മിസ ഭാരതിയും രോഹിണി ആചാര്യയും RJD സ്ഥാപകൻ ലാലു പ്രസാദ് യാദവിന്റെ 7 പെൺമക്കളിൽ ഇവർ രണ്ടുപേരാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്. അടിയന്തരാവസ്ഥ കാലത്ത് ലാലു മിസ തടവുകാരനായിരിക്കെയാണ് ഭാര്യ രാബ്രി ദേവി ആദ്യ കുഞ്ഞിന് ജന്മം നൽകുന്നത്. അവൾക്ക് മിസ എന്ന് പേര് നൽകി. രോഹിണി നക്ഷത്രത്തിലായിരുന്നു രണ്ടാമത്തെ മകളുടെ ജനനം. പട്നയിലെ ഗൈനോക്കോളജിസ്റ്റായ കമല ആചാര്യയായിരുന്നു പരിചരണം. കമല ആചാര്യ ചികിത്സയ്ക്ക് പണം വാങ്ങാൻ തയ്യാറായില്ല. പകരം തൻ്റെ പേര് നൽകണമെന്ന ആഗ്രഹം പങ്കുവച്ചു. ആ ആഗ്രഹം നിറവേറ്റിയ ലാലു മകൾക്ക് രോഹിണി ആചാര്യ എന്ന് പേര് നൽകി. രോഹിണി ആചാര്യ കഴിഞ്ഞ 2-3 വർഷമായി ചർച്ചയായ പേരാണ്. ആദ്യം ചർച്ചയായത് ലാലുവിന് വൃക്കദാനം ചെയ്തപ്പോൾ. ഇപ്പോൾ രാഷ്ട്രീയവും കുടുംബവും ഉപേക്ഷിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചതോടെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഏറെ നാൾ വിശ്രമത്തിലായിരുന്നു ലാലു പ്രസാദ് യാദവ്. ജയിൽവാസം RJD അധ്യക്ഷന്റെ ആരോഗ്യത്തെ ബാധിച്ചു. ഒടുവിൽ ഡോക്ടർമാർ നിർദ്ദേശിച്ചു കിഡ്നി മാറ്റിവെക്കണം. അങ്ങനെ 2022 ഡിസംബർ 5-ന് സിംഗപ്പൂരിലെ ആശുപത്രിയിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടന്നു. ലാലു ആദ്യം വിസമ്മതിച്ചുവെങ്കിലും മകളുടെ നിരന്തരമായ സമ്മർദ്ദത്തിന് ഒടുവിൽ വഴങ്ങി. അങ്ങനെ അച്ഛന് പുതുജീവൻ നൽകി മകളായ രോഹിണി. അന്ന് രോഹിണി സാമൂഹിക മാധ്യമങ്ങളിൽ ഇങ്ങനെ കുറിച്ചു: മാതാപിതാക്കൾ ദൈവതുല്യരാണ്. അച്ഛന് വൃക്ക നൽകുന്നത് തൻ്റെ കടമയും. രാഷ്ട്രീയ ഭേദമന്യേ അന്ന് രോഹിണിക്ക് അഭിനന്ദന പ്രവാഹമായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രോഹിണി ആദ്യമായി തെരഞ്ഞെടുപ്പ് കളത്തിലിറങ്ങി. മിസ ഭാരതിക്കും തേജ് പ്രതാപ് യാദവിനും തേജസ്വി യാദവിനും ശേഷം ലാലുവിൻ്റെ മക്കളിൽ പാർലമെന്ററി രാഷ്ട്രീയത്തിലിറങ്ങിയ 4ാമത്തെയാളായി രോഹിണി. താൻ മുമ്പ് പ്രതിനിധീകരിച്ചിരുന്ന ചപ്ര ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗങ്ങൾ ഉൾപ്പെട്ട സാരൻ മണ്ഡലത്തിൽ ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന കാര്യത്തിൽ ലാലുവിന് രണ്ടാമതൊരു പേര് ആലോചിക്കേണ്ടി വന്നില്ല. മിസ ഭാരതി പാടലിപുത്രയിൽ നിന്ന് വിജയിച്ചപ്പോൾ രോഹിണി പക്ഷേ സാരനിൽ രാജീവ് പ്രതാപ് റൂഡിയോട് തോറ്റു. എന്നാൽ അടുത്ത കാലത്തായി പല പ്രശ്നങ്ങൾ രോഹിണിയും കുടുംബവും തമ്മിൽ ഉണ്ടായിരുന്നു. സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിൽ നിന്ന് കുടുംബാംഗങ്ങളെ അൺഫോളോ ചെയ്തത് വലിയ ചർച്ചയായിരുന്നു. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബീഹാറിൽ പൂർത്തിയായി. സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ പതനം RJDക്കുണ്ടായി. മുന്നണിയെ നയിച്ച തേജസ്വിക്കും മോശം കാലം. ആ സമയം തന്നെയാണ് രാഷ്ട്രീയവും കുടുംബവും ഉപേക്ഷിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കാൻ രോഹിണി തെരഞ്ഞെടുത്തതും. തേജസ്വിയുടെ അടുത്ത അനുയായികളായ സഞ്ജയ് യാദവ്, റമീസ് എന്നിവർക്കെതിരെ കടുത്ത ആരോപണം ഉന്നയിക്കുന്നതിലൂടെ രോഹിണി ലക്ഷ്യം വെക്കുന്നത് തേജസ്വിയെ തന്നെ. मेरा कोई परिवार नहीं है. अब ये जाकर के आप संजय, रमीश, तेजस्वी यादव से पूछिए. मेरा कोई परिवार नहीं है. वही लोग निकाला है हमको परिवार से, क्योंकि रिस्पॉन्सिबिलिटी लेना नहीं है उनको. पूरा दुनिया बोल रहा है जो चाणक्य बनेगा तो चाणक्य से आप सवाल पूछिएगा. जब कार्यकर्ता चाणक्य से सवाल कर रहा है, पूरा देश दुनिया सवाल कर रहा है कि पार्टी का ये ऐसा हाल क्यों हुआ. अब जब संजय और रमीज इन लोग का नाम लीजिए तो आपको घर से निकाल दिया जाएगा, आपको बदनाम किया जाएगा, आपको गाली दिलवाया जाएगा, आपके ऊपर चप्पल उठा करके मारा जाएगा. പുറത്തറിഞ്ഞതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ലാലു കുടുംബത്തിൽ ഉണ്ടെന്ന് വ്യക്തം. ഒരു മകനെ ലാലു തന്നെ പുറത്താക്കിയെങ്കിൽ മകൾ ഇപ്പോൾ സ്വയം ഇറങ്ങിപ്പോകുകയാണ്. രോഹിണി ഉയർത്തിയ വെളിപ്പെടുത്തൽ എവിടെ ചെന്ന് അവസാനിക്കുമെന്നതും കണ്ടറിയണം. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടി പഴയ പ്രതാപത്തിന്റെ നിഴലായി നിൽക്കുന്ന ലാലുവിന് കുടുംബ പ്രശ്നം പരിഹരിക്കുക വലിയ വെല്ലുവിളിയാകും.